ആവതില്ല ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ സ്നേഹമേ പ്രേമമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ സ്നേഹമേ പ്രേമമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ എനിക്കുള്ളതിലേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങ് സ്നേഹിപ്പാനാണ് എനിക്കാശ യേശുവേ
യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ഉണർവു എല്ലാം ഇനിക്കിതയ്യാ, ഉലകമെല്ലാം മറന്നതയ്യാ, ഉണർവു എല്ലാം ഇനിക്കിതയ്യാ,
നിൻ സ്നേഹത്തെ ഓ മറക്കാനാമോ നിൻ ത്യാഗത്തെ പിരിയാനാകുമോ നിൻ സ്നേഹത്തെ ഓ എന്റെ കൂടെ വേണമപ്പാ എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ എന്നും എന്റെ കൂടെ വേണം യേശുവേ ഓ എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ എന്നും എന്റെ കൂടെ വേണമപ്പാ എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ എന്നും എന്റെ കൂടെ വേണമപ്പാ യേശുവേ എപ്പോഴും എന്റെ കൂടെ വേണമപ്പാ ഹല്ലേലൂയ എത്ര പേർ ആഗ്രഹിക്കുന്നു യേശു കർത്താവേ അങ്ങെന്നും എൻ്റെ കൂടെ വേണം ഹല്ലേലൂയ എനിക്കെന്നും അങ്ങയുടെ കൂടെ നടക്കണം ഹല്ലേലൂയ എനിക്കെന്നും അങ്ങയുടെ ശബ്ദം കേൾക്കണം ഹല്ലേലൂയ എനിക്കെന്നും അങ്ങയുടെ മകനായി ജീവിക്കണം കർത്താവേ ഹല്ലേലൂയ ലോകത്തിൻ്റെ വഴികളിലല്ല യേശു കർത്താവിൻ്റെ മകനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരു പാട്ടുകൂടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ ആകാശ ഭൂമികൾക്കെല്ലാം ആദിഹേതുവായ ദൈവം ഹല്ലേലൂയ നമ്മുടെ ആശ്രയമായി എന്ന് നമ്മോട് കൂടെയുള്ള നല്ല കർത്താവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആ കരങ്ങളെ തട്ടി ആത്മാർത്ഥ ഹൃദയത്തോടെ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം എനിക്കൊത്താശ വരും പർവ്വതം കർത്താവ് എന്നാളും നീ മാത്രം എന്നോട് ആശ്രയം എന്ന ഗാനം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ 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 ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ ആശ്രയം നിന്നില്ലായതുമുതലേ അതികളകന്നു വരാൻ ആശ്രയം നിന്നില്ലായതുമുതലേ അതികളകന്നു വരാൻ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി കൃപകൾ തമ്മിൽ തുണയായി നിന്നും നടത്തും അത്ഭുതമായ കൃപകൾ തമ്മിൽ തുണയായി നിന്നും നടത്തും അത്ഭുതമായി എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ
കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നു നടത്തും അത്ഭുതമായി. കൃപകൾ തന്നും തുണയായി വന്നു നടത്തും അത്ഭുതമായി. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്റെ ദയയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ. ഓ എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ. ഓ എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്ന. ഹല്ലേലൂയ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ. എനിക്കെത്താശവാൻ പർവ്വതം കർത്താവേ നീ മാത്രം. ശതലരകമമരതലബെരകെ ശതലരതലമശകെബെബെ. ഹല്ലേലൂയ. രക്തരകരം ജഗനാരകനകരത്തലം യേശുവേ. ശതലരകമമരതലബെ ശബരജബരത്തെ. ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഓ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ഓ ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ. യേശുവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകൻ കാലഗീതവുമവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകൻ കാലഗീതവുമവൻ. നല്ല വൈദ്യനും
ദിവ്യ ഔഷധവും ആത്മസഖിയും അവൻ തന്നെ. ഓ നല്ല വൈദ്യം, ദിവ്യ ഔഷധവും ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയ. ഹല്ലേലൂയ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ആയത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു നൽകി ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു നൽകി ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെനിയുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെനിയുള്ള. യേശുവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്ത യേശുവേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര. ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവൻ, ഇന്നുമെന്നും. ഹല്ലേലൂയ, യേശു ശബരം തേരകനം ശമനാരകനം ഉടവാരകനെ ശംദേരിവലക്ഷവരം തേരകനം ശമനാരകനം വൈഡവരം ദേ ശംദേരവലക്ഷവരം തേരകനം വൈഡവരക്ഷവരം ദേ ശംദേരിവലക്ഷവരം ദേ വൈഡം വൈഡാരകനം വൈഡേ ശംദേരവലക്ഷവരം തവലക്ഷവരം ദേ മകത്വപ്പെടുക്കാമോ? നമ്മുടെ കർത്താവിനെ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആരാധിക കർത്താവിനെ മകത്വപ്പെടുത്താമല്ലോ. ഉന്നതനും ഉയർന്നവനും താൻ മാത്രം അമർച്ചതയുള്ളവരായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പകൽക്കാല ദൈവത്തിന്റെ കൃപയാ തുറയ്ക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. ദൈവകൃപ ചലിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. ദൈവ സാന്നിധ്യം ഒഴുകുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. ദൈവത്തിന്റെ അഗ്നി പകരുന്നതിന് നന്ദി പറയുന്ന കർത്താവ്. അങ്ങനെ ഒരുമിച്ച് ആരാധിക്കുന്നു, അങ്ങേ ശ്രമിക്കുന്നു, അങ്ങേ വായിച്ചു, അങ്ങേ മകത്വപ്പെടുത്തുന്ന കർത്താവ്. ഓ ചലിക്കുന്ന പ്രാണികൾ ചലനം ഉണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ദൈവത്തിന്റെ കൃപയാ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവ്. ചലിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ചലിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവ്.
ശബ്ദേരവരക്ഷം ദേരിവരക്ഷം വൈഡവരക്ഷം ഗന്ധവരക്ഷം വൈഡവരംഗം ശബ്ദേരിവരക്ഷവരം ദൂരഗനം ശമനാരഗനം വൈഡാരഗനം ശബ്ദേരിവരക്ഷവരംഗം വൈഡവരക്ഷവരന്തരം അന്യഭാഷകളിൽ അല്പസമയം അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ദൈവാത്മാവിന്റെ വലിയ പരിവർത്തനം എന്ന പകൽക്കാല കർത്താവേദികളുടെ പകരുന്നത് നന്ദി പിതാവേ. ദൈവാത്മാവിന് നന്ദി പറയുന്നു. ഓ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കർത്താവേ ഇവിടെ ഉള്ളതിനായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വം കർത്താവേ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. ഓ ഉന്നതനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പകരുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ആരാധനയ്ക്ക് യോഗ്യനായ, എല്ലാ മഹത്വത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായ കുഞ്ഞാട് മാത്രമേ മഹത്വത്തിന് യോഗ്യനായിട്ടുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനെ പകൽക്കാലം ആരാധിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ബലത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ചേർന്ന് പാടാമോ? യേശുവേ ആരാധ്യനേ, ഓ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ആധിപത്യം അവന്റെ തോളിലിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, മറ്റാരെക്കാളും ഉന്നതനായ, ശ്രേഷ്ഠനായ, നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന കർത്താവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. എല്ലാറ്റിനും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാൽ മടങ്ങും നാമം, എല്ലാറ്റിൻ പാടും യേശുവിൻ നാമം. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ,
പകരം വയ്ക്കുവാനില്ലാത്ത നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ ഒരു ചിന്തയോടെ മുഴുമഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ സ്തോത്രം. എല്ലാ നാവും പാടുന്ന കർത്താവേ, എല്ലാ മുട്ടും അങ്ങയുടെ മുൻപാകെ മടങ്ങുമല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, കർത്തൻ നീ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ കർത്തൻ നീ, യേശുവേ കർത്തൻ നീ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ഇന്ന് പകൽക്കാലം. സങ്കീർത്തനങ്ങൾ 70 ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ബൈബിളുള്ള എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. സങ്കീർത്തനങ്ങൾ 70 ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്നു പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷ ഇച്ഛിക്കും ദൈവം മഹത്വമുള്ളവനെന്ന് പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാവുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുവെന്നവനുമാകുന്നു. യഹോവയെ താമസിക്കരുതേ. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. തൻ്റെ ശത്രുക്കൾക്ക് നേരെയുള്ള ദൈവത്തോടുള്ള നിലവിളിയാണ് ദാവീദ് സങ്കീർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കെതിരെ മനുഷ്യരാകുന്ന ശത്രുക്കളായാലും മനുഷ്യരിലൂടെ ശത്രു നിൽക്കും. അല്ലാതെ നമ്മുടെ രോഗങ്ങളെ കൊണ്ട് ശത്രു നമ്മളെ തകർക്കാൻ ഇടയായിത്തീരും. സാമ്പത്തികത്തിലൂടെ ശത്രു നമ്മെ തകർക്കാൻ ഇടയായിത്തീരും. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ ഒരു സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ ഈ സങ്കീർത്തനത്തിനെ പറയാം. തന്നെ തകർക്കാൻ നിൽക്കുന്നവർ ലജ്ജിച്ചു പോകേണ്ടതിനും പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ പിന്തിരിഞ്ഞു പോകേണ്ടതിനുമൊക്കെ ദാവീദ് ഇവിടെ പറയുകയാണ്. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവരുടെ മുഖം എപ്പോഴും ലജ്ജിച്ചു പോകാതെ കർത്താവുമായുള്ള ബന്ധത്തിലായിരിക്കുവാൻ, യഹോവയുടെ രക്ഷയെ ആഗ്രഹിക്കുന്നവർ ദൈവമഹത്വം കാണുവാൻ ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ
നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ തകർന്ന മേഖലകളുണ്ടെങ്കിൽ, നിങ്ങൾക്കിനി ഉയരാൻ കഴിയയില്ല എന്നുള്ള മേഖലകളുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലെ ആദ്യം വിശ്വാസമുണ്ടായിരുന്നിട്ട് പിന്നീട് അത് പതിയെ കുറഞ്ഞു ദൈവവുമായി അകന്ന മേഖലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിഞ്ഞ് കർത്താവിനോട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാട്ടെ, നിങ്ങളെ മുഴുവനായി സമർപ്പിച്ചാട്ടെ. കർത്താവിന് എന്താണോ നിങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹം, അതിനകത്ത് നിങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. ഒരു നിലവിളിയോടുകൂടെ, ഒരു പ്രാർത്ഥനയോടുകൂടെ, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ പിന്തിരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ അന്വേഷിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവ് സഹായവുമായി നിങ്ങളെ വിടുവിക്കുവാൻ കൂടെ തന്നെ ഇറങ്ങി വരും. നിങ്ങൾക്ക് മറ്റാരെയും നിങ്ങളെ വിടുവിക്കുവാൻ കഴിയത്തില്ല, മറ്റൊരു നാമത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ്, അത് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഇന്ന് പകലിൽ പുതിയൊരു തലമുറ എഴുന്നേൽക്കുമ്പോൾ അതിന് ആ തലമുറയിൽ നിങ്ങളും ഉണ്ടായിരിക്കുവാൻ നിങ്ങളെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താട്ടെ. അതിനായി സങ്കീർത്തന പ്രബോധനത്താൽ നിങ്ങളെല്ലാവരും ദൈവം സഹായിക്കട്ടെ. ആമേൻ. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മ തന്നടച്ചു നീ, നന്മകൾ വർഷിച്ചു നീ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിടും ഞാൻ നിൻ നന്മകളെ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, മനോഹരമായൊരു ശബദത്തിന്റെ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധിയിൽ ആയിരിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവേ. എന്നിട്ടും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ എല്ലാം അങ്ങയുടെ ഹിതത്തിൽ നിന്നും പലപ്പോഴും മാറിപ്പോയെങ്കിലും കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ ഒരു ദിവസം കൂടി നിൽക്കട്ടെ, അല്ലെങ്കിൽ ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാമെന്നുള്ള മധ്യസ്ഥതയാൽ ഞങ്ങളാക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് നൽകിയ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഈ ആഴ്ച അങ്ങ് നൽകിയ നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. മുൻപിലും പിൻപിലുമായി അങ്ങയുടെ ദൂതന്മാരുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. വീണു പോകാമായിരുന്ന ഓരോ സാഹചര്യങ്ങളിലും അങ്ങ് മുൻപ് ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഈ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രയും ശക്തമായി അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. സഭയിലെ ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്ത് പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കുന്നു കർത്താവ്, ആ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ അങ്ങയുടെ ഒരു വിടുതൽ ഇന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് വിടുതലിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് ഈ ആഴ്ച നൽകിയ നന്മകളെ ഓർത്ത്, ഈ ദിവസങ്ങൾ നൽകിയ നന്മകളെ ഓർമ്മിച്ച് സ്തുതിച്ചാട്ടെ. കർത്താവിനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവില്ല കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാജാതി രാജാവെ സ്തുതിക്കുന്നു കർത്താവ്. കർത്താതി കർത്താവെ സ്തുതിക്കുന്നു കർത്താവെ. മഹാരാജാവെ സ്തുതിക്കുന്നു കർത്താവ്. സർവശക്തനെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളെ ഇത്രയും സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. അങ്ങ് നൽകിയിരിക്കുന്ന അഭിഷേകത്തിനായി സ്തുതിക്കുന്നു കർത്താവ്. പരിശുദ്ധാത്മാവിനായി സ്തുതിക്കുന്നു കർത്താവ്. പരിശുദ്ധാത്മാവ് അങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. അങ്ങ് നല്ലവനും വിശ്വസ്തനുമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. ഞായറാഴ്ച ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ സാന്നിധ്യത്താൽ തന്നെ കൂടുതലായി നടത്തണം കർത്താവ്. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സഭയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണം കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൂടുതൽ ശക്തമായി അങ്ങ് നിർത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. ലീഡേഴ്സിനെയും മറ്റെല്ലാവരും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പോലെ തന്നെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്.
എല്ലാ മാനവമഹത്വം അങ്ങേക്കുന്നതായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രത്യേകാൽ 3 ദിവസത്തെ കോൺഫറൻസ് ഏറ്റവും ശക്തമേറിയ രീതിയിൽ നടത്തുവാനുള്ള കൃപ ഒരുക്കി. നമ്മുടെ 3ാമത്തെ കോൺഫറൻസ് ആയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഉള്ളതിനേക്കാൾ ഭയങ്കരമായ ദൈവസാന്നിധ്യത്തോടെ ദൈവശക്തിയോടെ കർത്താവ് ഇറങ്ങി വരുന്നത് നമ്മൾ കാണുവാനും അനേക സുവിശേഷകരെ, ഇവാഞ്ചലിസ്റ്റുകളെ അനേകരെ കർത്താവ് സെലക്ട് ചെയ്യുന്നതും അപ്പോസ്തലന്മാർ, ഉപദേഷ്ടകന്മാർ, ഉപദേഷ്ടകന്മാർ, പ്രവാചകന്മാരെ കർത്താവ് സെലക്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് കർത്താവ് അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്യുന്നതും കാണുവാനും കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയുവാനുമൊക്കെ ഉള്ള കൃപ ഒരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്നവർക്ക് മറക്കുവാൻ പറ്റാത്തൊരനുഭവം തന്നെയായിരുന്നു അല്ലേ? വോളിയം കൂട്ടി പറയണം. ഹല്ലേലൂയ. കടന്നു വന്നവരുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ കർത്താവ് നൽകി. 3 ദിവസവും വന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നവരെ എല്ലാം കർത്താവ് തൊട്ടു. ഒരാളെയും തൊടാതെ കർത്താവ് മാറി നിന്നില്ല. അവസാനത്തെ സെക്ഷനിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ഹല്ലേലൂയ. സാധാരണ ഒരു നിയന്ത്രണം കാണും. പ്രവാചക ശുശ്രൂഷ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുന്ന സമയത്ത് ഒരു നിയന്ത്രണം കാണും. എന്നോട് ഈ പ്രാവശ്യം കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ആരോടും ആരെയും പിടിക്കരുതെന്ന് പറഞ്ഞു. ലീഡേഴ്സിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വേറെ ഒരു കാര്യവും കർത്താവ് പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി വന്ന് തൊടും, അതുകൊണ്ട് ആരെയും എന്ത് ചെയ്യരുത്, ആരും പിടിക്കരുത്. ദൈവം വലുത് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇന്നലെ ലാസ്റ്റിൽ കൊണ്ടുവച്ച് ആ മീറ്റിംഗ് നിർത്തണ്ടെന്ന് തോന്നി. 1-2 ആഴ്ചയോടെ തുടർമാനമായിട്ട് പോയാലും കൊള്ളാമെന്ന് തോന്നി. ഹല്ലേലൂയ. യഥാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് പറഞ്ഞ് വന്നവർക്ക് കിട്ടി. പ്രാർത്ഥിക്കാതെ ഒരുങ്ങാതെ ചുമ്മാ ഒരു മീറ്റിംഗായിട്ട് വന്നവർക്കൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ദിവസം കാണുവാനായിട്ട് കടന്നു വന്നവരെയും കർത്താവ് തൊട്ടില്ല. ഹല്ലേലൂയ. ഈ 3 ദിവസം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറി. നിങ്ങളുടെ മേൽ വന്ന അഭിഷേകം, അധികാരങ്ങൾ, ശുശ്രൂഷകൾ ഒരു കാരണവശാലും ഒരു വ്യക്തി നിങ്ങളുടെ മേൽ പകർന്നതല്ല. ദൈവം ഡയറക്റ്റ് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്തതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ശുശ്രൂഷകൾ കുറവാണ്. കർത്താവ് എനിക്കങ്ങനെ ഒരു ശുശ്രൂഷ തന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഡയറക്റ്റ് ഇറങ്ങി വന്ന് അപ്പോയിൻമെൻറ്റ് ചെയ്ത നിങ്ങളെ മറ്റുള്ള ഒരാൾക്ക് നിങ്ങളൊരു പ്രൊഫറ്റ് അല്ല എന്ന് പറയുവാനുള്ള യോഗ്യത ഇല്ല, നിങ്ങളൊരു അപ്പോസ്തലനല്ല എന്ന് പറയാനുള്ള യോഗ്യത ഇല്ല. 5 ഫോൾഡ് മിനിസ്ട്രികളുടെ ഏത് ശുശ്രൂഷ നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇനി വില കൊടുത്താൽ അതിനെ തടയുവാൻ ഒരാൾക്കും കഴിയുകയുമില്ല. ഹല്ലേലൂയ. ആര് വില കൊടുക്കണം? നിങ്ങൾ തന്നെത്താനെ അതിന് വില കൊടുക്കണം. പ്രാർത്ഥന, ആരാധന, ഉപവാസം, ദൈവവുമായുള്ളൊരു ബന്ധം, രഹസ്യ പരസ്യ ജീവിതത്തിനകത്തൊക്കെ ദൈവവുമായൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ വന്നാൽ ഉറപ്പായും എന്ത് ചെയ്യും? ദൈവം വലിയ കാര്യങ്ങൾ ഈ നാളുകളിൽ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാവിലെ എൻ്റെ പ്രാർത്ഥനാ സമയത്ത് എന്നോട് പറഞ്ഞത്, ഇനി വരാൻ പോകുന്ന 5 മാസങ്ങൾ കർത്താവ് ഇതിനകത്തിരിക്കുന്ന സാധാരണക്കാരെ അസാധാരണമായി ഉപയോഗിക്കുവാൻ പോകുന്ന സീസണാണ്. സാധാരണക്കാരാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, മറ്റുള്ള എല്ലാത്തിനും മാറ്റിവെച്ച് ദൈവം വലുത് എന്ന് പറയുന്ന വ്യക്തികളെ കർത്താവ് മാനിക്കുവാൻ പോകുന്നൊരു സീസണാണ് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ സീസണിനകത്തേക്ക് നിങ്ങളെല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഒരാളെയും ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ, ദൈവസ്നേഹം അറിഞ്ഞ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയും തള്ളിക്കളഞ്ഞ ചരിത്രം തിരുവചനത്തിനകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണം. നിങ്ങളുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്ന ഏതുവിധ ശുശ്രൂഷയായാലും, അത് 5 ഫോൾഡ് മിനിസ്ട്രി ആയാലും കൃപാവരമായാലും, അതിനെ വില കൊടുത്ത് അതിനെ വീണ്ടും വീണ്ടും ജ്വലിപ്പിച്ചാൽ ഉറപ്പായും മറ്റുള്ള ശുശ്രൂഷകളും കർത്താവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് നൽകും. ഹല്ലേലൂയ. കാരണം കർത്താവ് ഈ നാളുകൾ വിശ്വസ്തന്മാരെ നോക്കുന്ന വർഷങ്ങളിലാണ്. ഇനി വരുന്ന 5 വർഷം ഉണർവിന് വേണ്ടി കർത്താവ് മാറ്റിവെച്ചിരിക്കുന്ന വർഷമാണ്. ഈ ഉണർവെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനിലൂടെ അസാധാരണ പ്രവൃത്തി വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ റേഞ്ച് മാറും, മറ്റൊരു റേഞ്ചിലേക്ക് സഭ കയറും.
ഇന്ന് സാമ്പത്തികമായും മറ്റുള്ള കാര്യാദികളും നമ്മൾ പിന്നോട്ടാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികൾ, ഏതൊക്കെ വഴികൾ കർത്താവ് ഇത് ആളുകളെ തുറക്കും. പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെ, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങളിലേക്ക് സമ്പത്ത് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവിക നന്മകളും കൊയ്ത്തുകളും കൊണ്ടുവരും. സാധാരണക്കാരെ അസാധാരണമായ രീതിയിൽ കർത്താവ് ഉപയോഗിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നിരന്തരമായ ഒരു കാഴ്ചയായി, അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നിരന്തരമായ കാഴ്ചയായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ആരോയൊക്കെ നോക്കി പ്രവചിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഉള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി, അങ്ങനെ ഉള്ളവരുടെ മേൽ അവരുടെ സീസൺ മാറുന്നു. സീസൺ മാറുന്നു. മീനെ പിടിച്ചുകൊണ്ട് നിന്നവൻ മനുഷ്യനെ പിടിച്ചവനായതുപോലെ, മീനെ പിടിച്ചവൻ മനുഷ്യനെ പിടിച്ചവനായതുപോലെ, ഒന്നും അറിഞ്ഞുകൂടാതെ കാളയെ പൂട്ടിക്കൊണ്ടിരുന്നവൻ പ്രവാചകനായതുപോലെ, ഓ ചില വ്യക്തികളുടെ സീസൺ, ന്യൂ ജനറേഷൻ, ന്യൂ ജനറേഷൻ, വീണ്ടും ജനനം പ്രാപിച്ച ചില വ്യക്തികൾ, വീണ്ടും ജനനം പ്രാപിച്ച ചില വ്യക്തികളുടെ മേൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങുന്നു. ദൈവത്തിൻ്റെ അഗ്നി, ദൂതന്മാർ ഇതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നു. ഇതിനകത്ത് പ്രായം വെറും നമ്പരാണ്. മനസ്സ്, ദൈവത്തിന് കൊടുക്കാൻ ഒരു മനസ്സൊന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഞാൻ ഇനി ജീവിക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് പറയുവാനുള്ള ഉറപ്പുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു മനസ്സ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, നിന്നെ കർത്താവ് ഈ പുതിയ ജനറേഷനിൽ നിന്നെയും കയറ്റും. കാരണം കർത്താവിൻ്റെ കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട്, സുവിശേഷമെന്ന കലപ്പയ്ക്ക് കൈ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്നവനെ കർത്താവിന് ആവശ്യമില്ല. കർത്താവ് കൊടുത്ത കൃപാവരമായാലും കർത്താവ് കൊടുത്ത ശുശ്രൂഷയായാലും പൊതുപ്രയോജനത്തിന് ഉപയോഗിക്കാത്തവനെയും കർത്താവിന് ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏതുവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, നിങ്ങൾ ഏതുവിധ രീതിയിൽ കർത്താവിനെ സേവിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളെ നടത്തുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ ബഹുമാനിച്ച് കർത്താവ് നിങ്ങളാക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തനോടൊപ്പം ചേർന്ന് നിന്ന് ഈ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് തന്ന ശുശ്രൂഷകളെ, ആത്മീയ നന്മകളെ, പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ച് നിങ്ങൾ അടുത്ത തലത്തിൽ കയറിയാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ശക്തികൾക്കും നിൽക്കുവാൻ കഴിയില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ വീണ്ടും റീക്രിയേറ്റ് ആവാൻ പോവുകയാണ്. അപ്പോസ്തലന്മാരെ ജനം ഭയപ്പെട്ടതുപോലെ ഇനി അടുത്ത് വരാൻ പോകുന്ന, ഇന്ന് മുതൽ ഈ സഭയ്ക്കകത്തുണ്ടാകാൻ പോകുന്ന പുതിയ ജനറേഷനെ ലോകം ഭയപ്പെടും. സാത്താന് ലോകം ഭയപ്പെടും. ദൈവത്തിൻ്റെ ജനം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ജനം, കർത്താവിന് വേണ്ടി നടക്കേണ്ട ജനത്തെ കർത്താവ് നിങ്ങളിലൂടെ ഇതിനകത്ത് കൊണ്ടുവരും. ഇതുവരെ കാണാത്ത വലിയൊരു മൂവിങ് ഈ സഭയിലുണ്ടാകും. എനിക്കറിയില്ല, എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വചനം പറയണമെന്നൊക്കെ ഉണ്ട്. വചനം പറയേണ്ട സമയമാകുമ്പോൾ വചനം പറയാം. നിങ്ങൾ ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് അകലരുത്. ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചതാണ്. പാരമ്പര്യത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, മറ്റുള്ള ജാതികളെപ്പോലെ ജീവിച്ചു കൊണ്ടിരുന്നിടത്തുനിന്ന് കർത്താവ് നമ്മെ വിളിച്ച് വിശുദ്ധ ജാതിയായി, പുരോഹിത വർഗമായി നിർത്തിയിരിക്കുമ്പോൾ കർത്താവിന് പ്രയോജനപ്പെട്ട ആയുധങ്ങളായി നിങ്ങൾ തീരണം. ഹല്ലേലൂയ. ഒരുപാട് ആവശ്യങ്ങൾ നിങ്ങൾക്കും എനിക്കും വരുമായിരിക്കാം. ഭൗതികമായി ഒരുപാട് ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്നത് മാക്സിമം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ ഉറപ്പായും ദൈവം നിങ്ങളെ മാനിച്ചു തുടങ്ങും. അത് നിങ്ങളുടെ ഉപജീവന മാർഗത്തിലൂടെ ഉള്ള മാന്യതയായിരിക്കില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മാന്യതയായിരിക്കില്ല, നിങ്ങളുടെ കഴിവായിരിക്കില്ല. ദൈവത്തിൻ്റെ മഹത്വത്വത്തവണ്ണം അവൻ നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അടുത്ത ദിവസങ്ങളിൽ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന, ഈ പുതിയ ജനറേഷനിലൂടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കാരണം സഭയിൽ നിരന്തരമായി ജനം വന്നുകൊണ്ടേയിരിക്കും. എവിടെ നിന്നൊക്കെ വരുന്നുവെന്ന് ആർക്കും പറയാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ദേശങ്ങളുടെ മേൽ ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെടും. നിങ്ങൾക്ക് മൗനമായി നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടും. പുതിയ തലമുറയിലൂടെ ഒരു കൂട്ടം ജനത്തെ കർത്താവ് തിരിച്ച് മടക്കി കൊണ്ടുവരുവാൻ പോവുകയാണ്. സഭയുടെ വില കുറഞ്ഞുപോയി എന്ന് പറഞ്ഞെടുത്ത്, സഭ നിന്നുപോയി എന്ന് പറഞ്ഞെടുത്ത്
സഭയ്ക്ക് ഇനി വളർച്ചയില്ല എന്ന് പറഞ്ഞ അടുത്ത് കർത്താവ് ഓലത്താനി ദേശത്തിനകത്ത് വലിയൊരു ഉണർവിൻ്റെ സാന്നിധ്യം അയക്കുവാൻ പോകുന്നു. ഇന്ന് ഈ പകൽക്കാലം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഉണർവിന് ആവശ്യമായ ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ജീവജല നദി ഇതിനകത്ത് ഇറങ്ങി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം ചിലരുടെ മേൽ അസാധാരണമായ ദൈവത്തിൻ്റെ തീ ചിലർ വഹിക്കുവാൻ പോകുന്നു. ചില മൺകൂടാരങ്ങളെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ള രീതിയിൽ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടി, കർത്താവിൻ്റെ നാവായി, കർത്താവിൻ്റെ കരത്തിൽ ആയുധങ്ങളായി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചില വ്യക്തികളെ കർത്താവ് അവരുടെ ഭാവിയെ, അവരുടെ കുടുംബജീവിതത്തെ, വ്യക്തി ജീവിതത്തെ പൂർണ്ണമായും ദത്തെടുത്ത് പൂർണ്ണമായും കർത്താവിന് മാത്രം അവകാശം പറയുവാൻ കഴിയുന്ന രീതിയിൽ ഇവനെ വളർത്തിയത് ഞാനാണ്, ഇവനെ നടത്തുന്നത് ഞാനാണ്, ഇവൻ എൻ്റേതാണെന്ന് പറയുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ കർത്താവ് ചിലരെ ഈ ദിവസങ്ങളിൽ അഭിഷേകം ചെയ്യും, അപ്പോയിൻമെൻ്റ് ചെയ്യും. ഇപ്പോൾ ചിലരുടെ മേൽ ആ അഭിഷേകത്തിൻ്റെ പുതപ്പ് വിടുന്നു. സ്വീകരിച്ചാട്ടെ. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ചിലർ അഗ്നിയാൽ നിറയുന്നു. നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് ശ്രമിച്ചാലും മൗനമായിരിക്കാത്തൊരു തലമുറ, ആര് പിടിച്ചു കെട്ടിയാലും തകർക്കുവാൻ കഴിയാത്തൊരു തലമുറ, ആര് കുറ്റം പറഞ്ഞാലും യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ, ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാലും, ആരൊക്കെ തകർക്കുമെന്ന് പറഞ്ഞാലും അവൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു തലമുറ എഴുന്നേൽക്കുവാൻ പോകുന്നു. ആരെയും ശ്രദ്ധിക്കാതെ യേശുവിനെ മാത്രം, ക്രൂശിതനായ യേശുവിനെ മാത്രം എൻ്റെ വഴിയും എൻ്റെ സത്യവും എൻ്റെ ജീവനും യേശു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ. അത് നീയാണോ? അത് നീയാണോ? അത് നീയാണോ? ഞാനാണെന്ന് പറയുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം ചിലരുടെ ദർശനത്തിൻ്റെ വാതിലുകളെ കർത്താവ് തുറക്കും. വെളിപ്പാടുകൾ ചിലർ കണ്ടു തുടങ്ങും. ദൈവദൂതന്മാരുമായി ഈ ഹാളിനകത്ത് ഇപ്പോൾ ഇരുന്ന് ദൈവദൂതന്മാരെ കാണുന്ന വ്യക്തികൾ ഇതിനകത്ത് എഴുന്നേൽക്കും. ഈ സമയം, ഈ നിമിഷം മുതൽ ഈ സഭയുടെ അറ്റ്മോസ്ഫിയർ കർത്താവ് മാറ്റുന്നു. ഇത് ഒരു അപ്പോസ്തലിക സഭയായി, ദൈവത്തിൻ്റെ ജനത്തെ വാർത്തെടുക്കുന്ന ഒരു സഭയായി, ഒരു പുതിയ തലമുറയുടെ ജനനത്തിന് കാരണമായ സഭയായി, ഹെവൻലി റെവല്യൂഷൻ എന്ന വിപ്ലവകരമായ പരിവർത്തനം ഇതിനകത്ത് ഇപ്പോൾ സംഭവിക്കുന്നു. പുതിയൊരു തലമുറയുടെ ജനനം, ആർക്കും തടുക്കുവാൻ കഴിയാത്തൊരു തലമുറ. എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോടി,
അകലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക അവൻ, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഓ പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ കത്തിയൊരു. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഓ മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനുഷ്യനെ ശുദ്ധിയെ നീക്കിടുവാൻ. മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനെ ശുദ്ധിയെ നീക്കിടുവാൻ. ഓ തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഓ പെന്തക്കോസ്തിൻ നാളിൽ അഗ്നിനാവാൽ ചന്തമുടങ്ങു പകർന്ന പോലെ, പെന്തക്കോസ്തിൻ നാളിൽ അഗ്നിനാവാൽ ചന്തമുടങ്ങു പകർന്ന പോലെ. ഓ തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, ശതലറകവ തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. എന്റെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്റെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഓ തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജ. ഓ ശതല ബറക്കെ ബേബേ, തീ കത്തിക്ക എന്നിൽ, ശതല ബറക്കെ ബേബേ, ശതല റതലബ ശരേ ബേബേ ബേബേ. മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനെ ശുദ്ധിയെ നീക്കിടുവാൻ. മഹത്വത്തിൽ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനെ ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, ശതലറക്കെ തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഓ എന്റെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. എന്റെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം. ശതലറകവ തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, ശവരത്തവരം ശവരം തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, ശതലറകവ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ കത്തി. ശതലറക്കെ തീ കത്തി, ശവരത്തവരം ശവരത്തവരം ദേരകനം ശവരത്തവരം ശവരത്തിവരം ശവരത്തവരം ദേ. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക അവേ, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ. ഓ എന്റെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ.
പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ എന്ന വാക്ക് തന്നെ പലർക്കും അലർജിയുള്ള വാക്കാണ്. ന്യൂ ജനറേഷൻ സഭകൾ, ന്യൂ ജനറേഷൻ പാസ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം അത് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പഴയ പുതിയ തലമുറകളെ മാറ്റി നിർത്തി സംസാരിക്കുവാൻ പറ്റുന്ന വിഷയവും അല്ല. പഴയ നിയമത്തിൽ അബ്രഹാം മുതൽ യേശുവിൻ്റെ അപ്പോസ്തലന്മാർ വരെയുള്ള ശുശ്രൂഷക്കാരുടെ ഇടയിൽ ഓരോ നാളുകളിൽ ഓരോ തലമുറയുടെ അകത്ത് ഒരു ജനറേഷൻ എഴുന്നേറ്റിട്ടുണ്ട്. അത് പഴയതായാലും പുതിയതായാലും ഓരോ ജനറേഷൻ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മളപ്പനെയും അമ്മയെക്കാളും ബുദ്ധിയുള്ളവരായിരുന്നു കാണും. ഇന്നതിനകത്തിരിക്കുന്ന നിങ്ങളുടെ അപ്പനെക്കാളും അമ്മയെക്കാളും ബുദ്ധിയിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ പുതിയൊരു തലമുറ തന്നെയായിരുന്നു കാണും. അത് നമ്മുടെ മക്കൾ ജനിച്ചപ്പോഴും നമ്മളിപ്പോൾ പറയുന്നുണ്ട്, പലരും ഭയങ്കര ഇത് സംഭവമായിട്ട് പറയുന്നതാണ്. അവർ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് കാണണം, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാ കാര്യങ്ങളും അവർക്ക് നമ്മളെക്കാളും ഉപയോഗിക്കുവാൻ അറിയാം, നമ്മളെക്കാളും ബുദ്ധികൾ കുട്ടികൾക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ഓരോ ജനറേഷൻ കഴിയും തോറും ഒരു വ്യതിയാനം വന്നിട്ട് പുതിയൊരു ജനറേഷനിലേക്ക് പ്രവേശിക്കൂ. ഹല്ലേലൂയ. എന്നും ഒരേ തലമുറ ഒന്നുപോലെ ജനിച്ച് പെറ്റി വളർന്നു മാറുന്നതല്ല ലോകത്തിൻ്റെ സിസ്റ്റം പോലും. അതേപോലെ ബൈബിളിനകത്തും പഴയ പുതിയ തലമുറകളെ മാറ്റി നിർത്താൻ കഴിയില്ല. പഴയ തലമുറകൾ ദൈവത്തെ അറിഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി പുതിയ തലമുറകൾ അറിഞ്ഞിട്ടുണ്ട്. പഴയ തലമുറ ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചുമതുന്നതിനേക്കാൾ ഉപരിയായി പുതിയ തലമുറ എന്ത് ചെയ്തിട്ടുണ്ട്? ചുമന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഓരോ തലമുറയ്ക്കും അപ്പോൾ വേണമെന്നുള്ള അഭിഷേകവും അപ്പോൾ വേണമെന്നുള്ള ദൈവശക്തിയുമാണ് ദൈവം പകർന്നിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ പൗലോസിൻ്റെ മേൽ കിടന്ന അഗ്നി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ദേശത്തെ ചലിപ്പിച്ചത്. എന്നാൽ അതിനു മുന്നേ അബ്രഹാമിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു, ഇസഹാക്കിൻ്റെത് ഉണ്ടായിരുന്നു, യാക്കോബിൻ്റെ ഉണ്ടായിരുന്നു. ഈ ഓരോ കാലഘട്ടം അല്ലെങ്കിൽ യേശുവിൻ്റെ കാലഘട്ടം വരെ പല കാലഘട്ടങ്ങൾ കടന്നു പോയതാണ്. ഓരോ കാലഘട്ടത്തിൽ അന്നത്തേക്ക് ആവശ്യമുള്ള അഭിഷേകവും ദൈവസാന്നിധ്യവും തലമുറകളുടെ മേൽ വന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ അകത്ത് അല്ലെങ്കിൽ തിരുവചനത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത് 1000 പേരുള്ളപ്പോഴും ഒരുവനെ വ്യത്യസ്തനാക്കുവാൻ ആ തലമുറയുടെ അകത്ത് നിന്ന് ചിലപ്പോൾ ഒരുവനെ മാത്രം ദൈവം അഭിഷേകം ചെയ്യും. 90-ലധികം പ്രവാചക ശിഷ്യന്മാരുള്ള ഏലിയാവിനെ ഒരു എലീശയെ അഭിഷേകം ചെയ്ത് തൻ്റെ ശുശ്രൂഷയെ കൈമാറേണ്ട ചരിത്രം തിരുവചനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ജനറേഷനകത്ത് നിങ്ങൾ അതിനകത്ത് പങ്കാളിയാകണമെങ്കിൽ വില കൊടുക്കുന്ന വ്യക്തിയായി തന്നെ തീരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവദാസൻ, നിങ്ങളുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ നമ്മൾ പറയട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയട്ടെ, കൂടെ നിൽക്കുന്ന ലീഡേഴ്സ് പറയട്ടെ, അല്ലെങ്കിൽ അവർ പറയട്ടെ, എങ്കിൽ ഞാൻ അനുസരിക്കാമെന്നല്ല. നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ വില കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളെ കർത്താവ് മാനിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും പലതും ചെയ്യാത്ത വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. മുൻപോട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരുണ്ട്. നന്നായി വന്നിരുന്ന് ആരാധിക്കണം, നേരത്തെ വരണം, ആരാധിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട്, ആരാധന കഴിഞ്ഞതിന് ശേഷം ഇടയിൽ വന്ന് കയറിയിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ദൈവം ആദ്യം നോക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകപരമായി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ആ ലോകത്തെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകപരമായി നടന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ആയിരുന്നു, അതേപോലെ എന്നെ അതിനേക്കാൾ ഉപരിയായി അവൻ സേവിക്കുമോ എന്ന് അറിഞ്ഞിട്ടാണ് ദൈവം ഓരോരുത്തരെയും സെലക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അനീതിയുള്ള മാമോനെ സേവിക്കാത്തവൻ അല്ലെങ്കിൽ അതിൽ നന്മ കണ്ടെത്താത്തവന് ദൈവത്തെ സേവിക്കുവാൻ കഴിയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലും നടന്നവരാണ് നമ്മളിലേറെ പേരും. ഈ നമ്മളിലേറെ പേരെയും കർത്താവ് സ്നേഹിച്ചത് നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ ലോകത്തെ സ്നേഹിച്ചത് കണ്ടിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്തെന്നറിയാം, നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ ലോകത്തെ ഭയങ്കരമായി സ്നേഹിച്ചു, സമയം കണ്ടെത്തി സ്നേഹിച്ചു, നമ്മുടെ ജീവിതം കൊടുത്ത്
സ്നേഹിച്ചു. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ സ്നേഹമൊന്നും യേശുവിന് കൊടുക്കില്ല. ഹല്ലേലൂയ. തോന്നുമ്പോൾ ആരാധനയ്ക്ക് വരും, തോന്നുമ്പോൾ പ്രാർത്ഥിക്കും, തോന്നുമ്പോൾ നടക്കും, തോന്നുമ്പോൾ സംസാരിക്കും, തോന്നുമ്പോൾ സുവിശേഷം പറയും. ഈ പരിപാടിയിലേക്ക് നമ്മളങ്ങ് പോകും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നീ ലോകത്തെ സ്നേഹിച്ചതിനേക്കാൾ ഒരു പടി കൂടെ കയറി എന്നെ ആരാധിക്കണം, എന്നെ സ്നേഹിക്കണം. നിന്നെ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തത് ഞാൻ അന്ന് ദേശത്തിൻ്റെ മുന്നേ നീ അറിയിക്കണം. ഇതാണ് ഒരു പുതിയ തലമുറയെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുമെങ്കിൽ, അത് ഒരാൾ പറഞ്ഞു തന്നിട്ടല്ല, ഒരാൾ ഹൃദയത്തിൽ കയറിയിരുന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന സംഭവമല്ല, ഒരാൾക്ക് നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് നിർത്തി പറഞ്ഞു തരുവാൻ പറ്റുന്ന സമയമല്ല. നിങ്ങളും പരിശുദ്ധാത്മാവുമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങൾ കൊടുക്കുന്ന വില, കർത്താവിന് നിങ്ങൾ കൊടുക്കുന്ന വില അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നിങ്ങൾ സഭയുമായുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ വേലയുമായുള്ള ബന്ധത്തിലും കർത്താവിന് കൊടുക്കുന്ന സമയവും കർത്താവിന് കൊടുക്കുന്ന വിലയും അതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ഇന്ന് എത്ര വയസ്സ് പ്രായമുള്ള വ്യക്തിയായാലും നിന്നെ കർത്താവ് പുതിയ തലമുറയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിൻ്റെ ജീവിതത്തിനകത്ത് എന്തോ പ്രശ്നം വന്നാലും ദൈവം നോക്കിക്കൊള്ളും, ദൈവമില്ലാതെ നിനക്കാരുമില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രമുഖ സ്ഥാനം, ഏറ്റവും ടോപ്പ് സ്ഥാനം ദൈവത്തിനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവം പലപ്പോഴും പലരെയും മാനിക്കാത്തതിന് കാരണം എന്തെന്നറിയാമോ? കർത്താവ് ലോകപരമായി ചില മാന്യതകൾ ചില വ്യക്തികൾക്ക് കൊടുക്കും. ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, സേവിച്ചു തുടങ്ങുമ്പോൾ, ആരാധിച്ചു തുടങ്ങുമ്പോൾ ഇല്ലാത്ത നന്മകളെ ദൈവം എന്ത് ചെയ്യും? കൊടുക്കും. നമുക്ക് ആഗ്രഹിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് തരും. അത് സമ്പത്തായിരിക്കാം, ആരോഗ്യമായിരിക്കാം, നല്ല കുടുംബജീവിതമായിരിക്കാം, നല്ല ഉപജീവന മാർഗമായിരിക്കാം, നല്ല ജീവിത പങ്കാളിയായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്തു ചെയ്യും? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ഇതിനെ സ്നേഹിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ദൈവമാണ് ഇത് തന്നതെന്ന ബോധം നമുക്ക് മറക്കും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലും. നിങ്ങൾ എന്നിട്ടും അപ്പോഴും മറ്റുള്ളവർ, അല്ലെങ്കിൽ പാസ്റ്റർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾ ആരാധനയ്ക്ക് വരുന്നില്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾ മാത്രമല്ലല്ലോ മറ്റുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുടെ മുന്നേ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളുമായി കമ്പയർ ചെയ്ത് തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പുതിയ തലമുറയാകേണ്ട വ്യക്തി ദൈവം തന്നതിനെ ദൈവം തന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് അതിനേക്കാളും ഏറെ ദൈവത്തെ സ്നേഹിക്കും. ഹല്ലേലൂയ. അത് സമ്പത്തായാലും ആരോഗ്യമായാലും ഉപജീവന മാർഗമായാലും കുടുംബജീവിതമായാലും വ്യക്തിപരമായ ജീവിതമായാലും എന്തു തന്നെ ആയാലും ദൈവം ഫ്രണ്ടിലും അതൊക്കെ പിന്നിലും ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നതിനെ ദൈവം തന്നു എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആരാധിച്ചാൽ, ദൈവം തന്നു എന്ന് മനസ്സിലാക്കി അതിനേതായ തക്കതായ വിലയിൽ നിർത്തിയിരുന്നാൽ ദൈവം നിങ്ങളെ മാനിച്ചു തുടങ്ങും. അങ്ങനെ ദൈവത്തെ മാനിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും അപ്പനെയും വിട്ടുപിരിഞ്ഞ്, ബന്ധുക്കളെ ചാർച്ചക്കാരെയെല്ലാം വിട്ടുപിരിഞ്ഞ് ദൈവം പറഞ്ഞ വഴിയിൽ സഞ്ചരിക്കുവാൻ പറഞ്ഞപ്പോൾ ആ കേട്ട ശബ്ദത്തിന് ചെവി തുറന്ന് ആ ശബ്ദം പറഞ്ഞതുപോലെ തൻ്റെ ഭാര്യയെയും തനിക്കുള്ളതിനെയും കൊണ്ട് തൻ്റെ ചാർച്ചക്കാരെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് മാറിപ്പോയ വ്യക്തിയാണ് അബ്രഹാം. ഹല്ലേലൂയ. അനുസരിക്കുന്നതിൽ അബ്രഹാമിനെ പോലെ ഒരു വ്യക്തി ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ആ ചാർച്ചക്കാരന്മാരെ വിട്ടുപിരിഞ്ഞത് മാത്രമല്ല, തൻ്റെ ജീവിതത്തിനകത്ത് തനിക്കിനി ലഭിക്കില്ല എന്ന് തോന്നിയ തലമുറയെ പോലും ദൈവത്തിന് കൊടുക്കുവാൻ താൻ താല്പര്യം കാണിച്ചത് ആ നാളുകളിൽ ഉണ്ടായിരുന്ന ജനറേഷൻ്റെ ഏറ്റവും ടോപ്പ് വ്യക്തി അബ്രഹാമായി മാറിയതാണ്. ഹല്ലേലൂയ. തൻ്റെ ജീവിതം പൂർണ്ണമായി ആർക്ക് കൊടുത്തു? ദൈവത്തിന് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. തനിക്ക് ബഹുസമ്പത്തുണ്ടായിരുന്നു, ഒട്ടകങ്ങളുണ്ടായിരുന്നു, ആടുകളുണ്ടായിരുന്നു, മാടുകളുണ്ടായിരുന്നു, പൊന്നുണ്ടായിരുന്നു, വെള്ളിയുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും താൻ എവിടെ പോയി ജീവിച്ചാലും അവിടുത്തെ രാജാവിനേക്കാളും സമ്പത്തുള്ളവനാണ്. ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒരു പ്രവൃത്തിയിലേക്ക് അവൻ പോയില്ല. ഹല്ലേലൂയ. കാരണം ഒരു ദിവസം തൻ്റെ സഹോദരനെ ശത്രു പിടിച്ചുകൊണ്ട് പോയപ്പോൾ തൻ്റെ വീട്ടിൽ വളർന്നു വന്ന 400 വ്യക്തികളെ കൊണ്ടുതന്ന് രാജാക്കന്മാരെ തോൽപ്പിച്ച് അവനെ വിടുവിച്ചു കൊണ്ടുവരുവാനുള്ള പവർ വരെ അബ്രഹാമിനുണ്ടായിരുന്നു. ഹല്ലേലൂയ.
പക്ഷെ അബ്രഹാം ഒരിക്കലും നിഗളിയായില്ല. ഹല്ലേലൂയ. പുതിയ തലമുറയെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും നിങ്ങൾ നിഗളിയാകരുത്. പുതിയ തലമുറകൾക്കൊരു പ്രത്യേകതയുണ്ട്, എടുത്തുചാട്ടം കൂടുതലാണ്. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും തന്നാൽ അത് ദൈവം തന്നു എന്നും ദൈവത്തിൻ്റെ കരത്തിൽ ആയുധമാണ് നാമെന്നും മനസ്സിലാക്കി എത്രത്തോളം താണിരിക്കുന്നു അത്രത്തോളം ദൈവം മാനിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ആ മാന്യത കണ്ടിട്ട് നീ നെളിയരുത്, നിഗളിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നിഗളിച്ചാൽ ദൈവം നിന്നെ കൈവിട്ട് കളയും. നീ നിഗളിയായി തീർന്നാൽ ദൈവം നിന്നെ കൈവിട്ട് കളയും. നിനക്ക് വന്ന സമ്പത്തും നിനക്ക് വന്ന ജോലിയും നിനക്ക് വന്ന ഉപജീവന മാർഗവും നിൻ്റെ മുന്നേ ശൂന്യാവസ്ഥയിലേക്ക് പോകുന്നത് നിനക്ക് കാണേണ്ടി വരും. കാരണം ദൈവമാണ് നിന്നെ മാനിച്ചത്. ദൈവം മാനിച്ചത് ദൈവവേലയ്ക്ക് വേണ്ടിയും ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷണം കാണിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്തു? നീ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ ദൈവം വീണ്ടും വീണ്ടും പറയുന്നതെല്ലാം അനുസരിച്ചത് കൊണ്ട് അബ്രഹാമിന് എല്ലാവിധ നന്മകളും കിട്ടിയെന്ന് മാത്രമല്ല, തൻ്റെ തലമുറ അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. ജാതികളായ നമ്മൾ പോലും ഇന്ന് അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതിന് കാരണം ആ പിതാവ് ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് മൂവ് ചെയ്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, എൻ്റെ പുതിയ തലമുറയെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിന്നിലൂടെ 1000 തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം അടുത്ത കർത്താവിൻ്റെ കരം നിൻ്റെ ജീവിതത്തിനകത്ത് ചലിക്കുമ്പോൾ നിൻ്റെ കുടുംബക്കാർക്ക്, നിൻ്റെ അപ്പന്, നിൻ്റെ അമ്മയ്ക്ക്, നിൻ്റെ ചാർച്ചക്കാർക്ക് ഇല്ലാത്ത ധനവും സമ്പത്തും ആരോഗ്യം നിൻ്റെ ഭവനത്തിനകത്തുണ്ടാകും. മറ്റുള്ളവർ നീ നശിക്കുമെന്ന് പറയുമ്പോൾ, നീ തകരുമെന്ന് പറയുമ്പോൾ നിന്നെ മാന്യപാത്രമായി നിർത്തുവാൻ കർത്താവ് ഇറങ്ങി വരും. അവൻ നിൻ്റെ കരം പിടിക്കും. നീ തകർന്നു പോകേണ്ടടുത്ത് അവൻ കൂടെ ഇറങ്ങും. നീ നശിച്ചു പോകുമെന്ന് പറയുന്നിടത്ത് അവൻ കൂടെ നിൽക്കും. നിൻ്റെ മുന്നേ സിംഹത്തിൻ്റെ വായടയ്ക്കും, അഗ്നിയെ കെടുത്തിക്കളയും. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് നിൻ്റെ ശത്രുക്കൾ വരെ സാക്ഷി പറയുന്ന രീതിയിൽ. അതേസമയം നീ ദൈവം തരുന്ന ചെറിയ നന്മകളെ കണ്ടിട്ട് നിഗളിയായി തീർന്നാൽ, ദൈവം തന്ന നന്മകളെ ദൈവത്തിന് കൊടുക്കാതെ, നിൻ്റെ ജീവിതം ദൈവത്തിന് കൊടുക്കാതെ നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ ദൈവം നിന്നെ തള്ളിക്കളയും. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം. ദൈവത്തിൻ്റെ ഹൃദയമായി നിങ്ങൾ മാറണം. പുതിയ ജനറേഷനോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ, എൻ്റെ ഹൃദയമായി, എൻ്റെ ചിന്തയായി, ഞാൻ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുന്ന വ്യക്തിയായി നീ തീരണം. ഹല്ലേലൂയ. അങ്ങനെ നടന്നാൽ ഓരോ കാലഘട്ടത്തിലും ദൈവം ആലോചിച്ചതുപോലെ, ദൈവം ചെയ്തതുപോലെ ഈ ഉണർവിൽ ഇതിനകത്തുനിന്നൊരു പുതിയ തലമുറയെ കർത്താവ് കൊണ്ടുവരും. അത് നീ ആയിരിക്കും, അത് ഞാനായിരിക്കും. ഇതിനകത്ത് നിന്നൊരു തലമുറയെ കർത്താവ് കൊണ്ടുവരും. ആരൊക്കെ തകർത്താലും, ആരൊക്കെ പിടിച്ചു കെട്ടുവാൻ നിന്നാലും, ആരൊക്കെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചാലും, ആരൊക്കെ നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞാലും, നിൻ്റെ കുടുംബത്തിനകത്ത് ആർക്കുമില്ലാത്ത ദൈവസാന്നിധ്യവും ദൈവശക്തിയും പകർന്ന് ദൈവം നിന്നെ മാനിച്ച് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിച്ചു, ആ ദൈവം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുത്തു. എൻ്റെ കുടുംബക്കാർ അറിഞ്ഞില്ല, എൻ്റെ ചാർച്ചക്കാർ അറിഞ്ഞില്ല, ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുത്ത വിലയെ ദൈവം മാനിച്ച് നൽകിയെന്ന് പറയുന്ന തലമുറ, ആ തലമുറയുടെ ജനനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജനനം ഇതിനകത്ത് ഉത്ഭവിച്ചിട്ടുണ്ട്. ആ ജനനം ഇതിനകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ ജനനത്തിനകത്ത് നീ ഉണ്ട്. നീ കൊടുത്ത വിലയ്ക്ക് ഒരു അംഗീകാരം വരാൻ പോകുന്നു. നീ ദൈവത്തിന് വേണ്ടി വില കൊടുത്തില്ലേ? അഥവാ ആരെങ്കിലും നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവം നന്മ തന്നപ്പോൾ ദൈവത്തിൽ നിന്ന് നീങ്ങിപ്പോയി ആരെങ്കിലും ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവസന്നിധിയിൽ മാപ്പ് പറ. കർത്താവേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി. കർത്താവേ, എൻ്റെ യേശുവേ, നീ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടും, നീ എനിക്ക് വേണ്ടി എല്ലാം കാൽവരി ക്രൂശിൽ ഒരുക്കിയിട്ടും ഞാൻ പലപ്പോഴും ലോകത്തെ സ്നേഹിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത നന്മ കിട്ടിയപ്പോൾ, പ്രതീക്ഷിക്കാത്ത ഉപജീവന മാർഗം കിട്ടിയപ്പോൾ,
പ്രതീക്ഷിക്കാത്ത കുടുംബജീവിതം കിട്ടിയപ്പോൾ, പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങളെ കിട്ടിയപ്പോൾ എൻ്റെ കർത്താവിനെക്കാളും ഞാൻ അവരെ കരുതി. ഇന്ന് പകൽക്കാലം ഞാൻ അതിനായി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ കർത്താവിന് വേണ്ടി നടക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റാൽ കർത്താവ് അവരെ മാനിച്ചു തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 16-18 വാക്യങ്ങൾ. അന്ത്യകാലത്തിൽ ഇത് യോവേൽ പ്രവചന കാലത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ എന്തായാലും തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്തിൽ സർവ്വജഡത്തിൻ്റെ മേലും ആരെ പകരും? ആത്മാവിനെ പകരും. അത് സ്റ്റാർട്ട് ചെയ്തത് മാളിക മുകളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സമയം മുതൽ അന്ത്യകാലം സ്റ്റാർട്ട് ചെയ്തു. ഇന്നും നമ്മൾ നിൽക്കുന്നതും അന്ത്യകാലത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മേലും ആര് വരും? പരിശുദ്ധാത്മാവ് വരും, പ്രവചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനങ്ങളെ കാണും, വെളിപ്പാടുകളെ കാണും. ദൈവദൂതന്മാരുമായുള്ളൊരു ബന്ധം ഉണ്ടാകും. അന്ത്യകാലത്ത് ഇതെല്ലാം ഉണ്ടാകും. കർത്താവിൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ദൈവസാന്നിധ്യം വരും, അവരും എന്ത് ചെയ്യും? പ്രവചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയതിനെ ഓർത്തൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ഈ നാളുകളിൽ ഇവിടെ ജീവിക്കുവാൻ കഴിഞ്ഞത് എന്ന വലിയ ഭാഗ്യമാണ്. പലരും കാത്തിരുന്ന കാലഘട്ടം, പലരും പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച കാലഘട്ടം. ദാവീദൊക്കെ പറഞ്ഞു അല്ലേ, എനിക്കൊരു പുതിയ ഹൃദയം തരണം, പുതിയ സ്ഥിരമായി നിൽക്കുന്ന ഒരു ആത്മാവിനെ എൻ്റെ മേൽ പകരണം. അതായത് സ്ഥിരമായ ഒരു ആത്മാവ് നിന്ന് കഴിഞ്ഞാൽ താൻ തെറ്റിലേക്ക് പോകില്ലെന്ന് ആർക്കറിയാമായിരുന്നു? ദാവീദിനെ പോലെ ഭക്തന്മാർക്കറിയാമായിരുന്നു. നമ്മളൊന്നും പ്രാർത്ഥിച്ചില്ല, നമ്മളോട് സ്ഥിരമായി നിൽക്കുവാൻ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ച നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഗ്യവാന്മാരായ നമ്മുടെ ഇടയിൽ നിന്ന് എല്ലാവരുടെ മേലും ഒരേപോലെ അഭിഷേകം ചലിക്കുമ്പോഴും ഒരു പത്രോസ് എഴുന്നേറ്റതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു പുതിയ തലമുറ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവുള്ളവരാണ്, എല്ലാവരും പ്രവചിക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഒരു പത്രോസ് എഴുന്നേറ്റു. ഹല്ലേലൂയ. താൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. 3000 പേർ സഭയിലേക്ക് വന്നതുപോലെ ഉണർവിന് വേണ്ടി ചില വ്യക്തികളെ കർത്താവ് ഈ ദിവസങ്ങളിൽ, ഈ അന്ത്യകാലത്ത് സർവ്വജഡത്തിൻ്റെ മേലും ആത്മാവിനെ ഒരുപോലെ പകരുന്ന സമയത്ത് തന്നെ ചിലരെ വ്യത്യസ്തരാക്കി കർത്താവ് പുറത്തെത്തിക്കും. നിനക്ക് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവം നിന്നെ ഉപയോഗിക്കും. നീ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ, നീ പ്രവചന ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ ദൈവസഭയിലേക്ക് ജനം മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ഉണർവിൻ്റെ കൊയ്ത്ത്, വലിയൊരു കൊയ്ത്തിന് വേണ്ടി പാടം ഒരുങ്ങിക്കിടക്കുന്നു. ആ പാടത്തിലേക്ക് ദൈവം ചില വ്യക്തികളെ ഉണർവിന് വേണ്ടി പറഞ്ഞയക്കുന്നു. ചില വ്യക്തികളെ ദൈവം ഉണർവിന് വേണ്ടി പറഞ്ഞയക്കുന്നു. ചില വ്യക്തികളെ ദൈവം ഉണർവിന് വേണ്ടി പറഞ്ഞയക്കുന്നു. ചില വ്യക്തികളെ ദൈവം ഉണർവിന് വേണ്ടി പറഞ്ഞയക്കുന്നു. ഓ റീബാദാരു ധാര ദൂര ധീര ധാര ധാര റീഹ ലാ ദൂരേ ദേരേ ദേരേ ധീരാധാരു ധാര ധാര. ഉണർവിൻ്റെ ശക്തിയോടെ, ഉണർവിൻ്റെ ബലത്തോടെ, ഉണർവിൻ്റെ അധികാരത്തോടെ ചില രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ, ചില പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ, ശത്രു കൊട്ടിയടച്ച വാതിലുകളെ തറക്കുവാൻ, ഓ ഓ ഒരു യോശുവ ജനറേഷൻ, ഒരു ഏലിയാവിൻ്റെ ജനറേഷൻ, എലിശയുടെ ജനറേഷൻ, പൗലോസിൻ്റെ ജനറേഷൻ, ന്യൂ ജനറേഷൻ. ഓ റീബാദാരു ധാര ധാര റീഹബല ദുരദ റീധാലു തേരേ ദേരേ റീഹബല ദുര ധര ധര ധീര രാ രാ രാഹബ റീന്ദാ ലാഹ ബാബ റീധാബാലു തേരേ റീധാരു തേരേ ദേ
Rikabalu Dhara, Dira Dharu Dhara, Riva Ladu Rehe, Risha Dule Dhere, Rika Ladu Rehe, Rite Lede Rehe. Habala Dura Shadalam Dalahu Dara Dura Dara, Rithalu Dhara Dura Dhara, Rithalu Dhara Dura, Rikabala Dura Dhara Dhara. ഓരോ കാര്യാദി കഴിഞ്ഞിട്ടും നീ മുഴങ്കാലിലിരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ വാവിട്ട് കരയും. ദൈവമേ, ഞാനല്ല, അങ്ങാണ് എന്നിലൂടെ ഇത് ചെയ്തത്. കാരണമെന്ന് പറഞ്ഞാൽ നിനക്ക് പേരെടുക്കാൻ ഒന്നും കാണില്ല. നീ അല്ല ഇത് ചെയ്തതെന്ന് നന്നായി നിനക്കറിയാൻ പറ്റും. ദൈവം ചില വ്യക്തികളെ പുതിയ ജനറേഷനിൽ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. ഒരു കഴിവുമില്ല എന്ന് പറയുന്ന, വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്ന, യോഗ്യതയില്ലെന്ന് പറയുന്ന, ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുത്ത വ്യക്തികളെ ഇറങ്ങിക്കോ. ദൈവം നിങ്ങളെ വിളിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷക്കാരായി, അപ്പോസ്തലന്മാരായി, ഇടയന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടകന്മാരായി, ഇവാഞ്ചലിസ്റ്റുകളായി, ഫൈവ് വേൾഡ് മിനിസ്ട്രിയോടെ ചില വ്യക്തികളെ കർത്താവ് ഇതിനകത്തുനിന്ന് വിളിക്കുന്നു. ഈ ശക്തിയെ ചോർത്തിക്കളയാൻ ആർക്കും കഴിയില്ല. കർത്താവിൻ്റെ ഹൃദയം കയറം മാറിയതാണ്. കർത്താവ് തന്ന ശക്തിയാണ്. ഇത് ചോർത്തിക്കളയാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ. വേറെ ഒരു വ്യക്തിയെ കൊണ്ടോ, ഒരു ശക്തിയെ കൊണ്ടോ, ഒരു രോഗത്തിനോ, ഒരു തടവിനോ, ഒരു തല്ലിനോ, ഒരു എന്താ പറയുക, കൂടെ നടക്കുന്നവരുടെ ചതിക്കോ വഞ്ചനയ്ക്കോ ഒന്നിനും ഈ ശക്തിയെ ചോർത്തിക്കളയാൻ കഴിയില്ല. പൗലോസിൻ്റെ മേൽ ആ ശക്തി വന്നു. താൻ അത് തന്നെയാണ് പറഞ്ഞത്. എല്ലാ കഷ്ടങ്ങളുണ്ടായിട്ടും ഞാൻ ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഓട്ടം തികയ്ക്കുവാൻ തക്കമുള്ള അഗ്നിയാണ് നിങ്ങളുടെ മേൽ പകരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. നീയും പറ, ദൈവമേ, എനിക്ക് നിന്നെ ആവശ്യമാണെന്ന് പറ. ദൈവം കേൾക്കട്ടെ. എൻ്റെ മോൾ എന്നെ വിളിക്കുകയാണ്, എൻ്റെ മോൻ എന്നെ വിളിക്കുകയാണ്, ഞാൻ അടങ്ങിയിരിക്കാൻ പാടില്ല എന്ന് ദൈവം പറയട്ടെ. അടുത്ത ഞായറാഴ്ചത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കരുത്. ഇന്ന് നിൻ്റെ ദിവസമാണ്. ടുഡേ സ്പെഷ്യൽ ഡേ. നിൻ്റെ ദിവസം, നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ ജനിച്ചത് എന്തിനെന്ന് വേണ്ടിയെന്ന് ദൈവം തെളിയിക്കുന്ന ദിവസമാണ്. നിൻ്റെ കുടുംബത്തിനകത്തെ ചാർച്ചക്കാരുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ നീ ഒറ്റപ്പെട്ടത് എന്തിനെന്ന് വേണ്ടിയെന്ന് തെളിയിക്കുന്ന ദിവസമാണ്. എല്ലാവരും കളഞ്ഞതുപോലെ അനാഥനായ ആരുമില്ല എന്ന് തോന്നി നിലവിളിച്ചതിൻ്റെ ദിവസം, എന്തിനു വേണ്ടി ഇങ്ങനെ ഞാൻ നിലവിളിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചതിൻ്റെ ദിവസമാണ്. നിന്നെ ദൈവത്തിന് ആവശ്യമാണ്. ശത്രു നിന്നെ കെട്ടിയപ്പോൾ, ആത്മഹത്യ മാത്രം നിൻ്റെ മുന്നേ വഴി ഉണ്ടായിരുന്നപ്പോൾ, ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് തോന്നിയപ്പോൾ, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞുവെന്ന് തോന്നിയപ്പോൾ, സഹായിക്കേണ്ടവർ പോലും നിന്നെ ഉപദേശിച്ചിട്ട് മാറി നിന്നപ്പോൾ, ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, എനിക്ക് ആരുണ്ട് എന്ന് ചോദിച്ചവരുടെ മധ്യത്തിൽ രാജാതിരാജാവായ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവ് പറയുന്നു, നീ എൻ്റേതാണ്, നീ എനിക്ക് വേണ്ടി ജനിച്ചവനാണ്, നീ എനിക്ക് വേണ്ടി ജനിച്ചവളാണ്. നിൻ്റെ ജീവിതം ഇന്ന് മുതൽ ചേഞ്ച് ആകുവാൻ പോകുന്നു. ആ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു പുതിയ തലമുറയെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റാരെ തള്ളിക്കളഞ്ഞാലും, പ്രിയ സഹോദരി സഹോദരൻ, നിന്നെ കർത്താവ് തള്ളിക്കളയില്ല. കാരണം നീ സഹിച്ച വേദനകൾ, നീ സഹിച്ച നോവുകൾ, നീ ഒരു മനുഷ്യന് സഹിക്കുവാൻ പറ്റാത്തത് ഉപരിയായി സഹിച്ചില്ലേ? 2025 വർഷത്തിന് മുന്നേ കാൽവരിയിൽ ഒരു മനുഷ്യന് സഹിക്കുവാൻ പറ്റാത്തതിനും ഉപരിയായി ദൈവം നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് പകരുവാൻ പോകുന്ന അഭിഷേകത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവ വിളിക്ക് വേണ്ടി നീ വില കൊടുത്ത വ്യക്തിയാണെങ്കിൽ ഈ തലമുറയിൽ നീയുമുണ്ട്. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം നീ കൊടുത്ത വിലയ്ക്ക് സ്വർഗത്തിന് അതിനൊരു പേരെഴുതിയിട്ടുണ്ട്. നീ കൊടുത്ത വിലയെ തള്ളിക്കളയാൻ എൻ്റെ യേശുവിന് കഴിയില്ല. ഹല്ലേലൂയ,
കുറേനക്കാരനായ ശീമോനെ ക്രൂശ് ചുമക്കുവാനാക്കി താൻ കൊടുത്ത വിലയെ തൻ്റെ കുടുംബത്തിനകത്ത് കർത്താവ് മാന്യപാത്രമാക്കിയെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ ചുമക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന നിന്ന, പരിഹാസം, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, വളർത്തിവിടേണ്ടവർ പോലും നിങ്ങളെ തളർത്തുന്ന സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ഭയപ്പെടരുത്. നിനക്കൊരു ദിവസം കർത്താവ് വെച്ചിട്ടുണ്ട്. ആ ദിവസത്തിൻ്റെ ആരംഭമാണ് ഈ 31-ാം തീയതി. ഇന്ന് നിൻ്റെ ദിവസമാണ്. എൻ്റെ ദൈവം, നിനക്കിങ്ങനെ പറയാൻ കഴിയും, എൻ്റെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് എന്നെ അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്ത ദിവസമാണ്. ആ ദൈവത്തിൻ്റെ അഭിഷിക്തനായി, ആ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനായി, ആ ദൈവത്തിൻ്റെ പുതിയൊരു തലമുറയിൽ എന്നെയും കർത്താവ് ഇന്ന് തിരഞ്ഞെടുത്തുവെന്ന് പറയുവാൻ ഇതിനകത്തുനിന്ന് പോകുന്നവർക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ ആത്മപകർച്ച ഈ നാളുകൾ, ഈ നിമിഷങ്ങൾ നടക്കുവാൻ പോകുന്നു. ഇതുവരെ ചെയ്യാത്തത്, ഇതുവരെ നടക്കാത്തത്, ഇതുവരെ നിൻ്റെ മുന്നേ തുറക്കാത്തത് എല്ലാം തുറന്നു വരുന്ന രീതിയിൽ ഒരു ആത്മപകർച്ച ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ടാകും. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ പത്രോസ് എഴുന്നേറ്റ് എന്ന് സുവിശേഷം അറിയിച്ചു. 3000 പേർ സഭയിലേക്ക് വന്നു. പക്ഷേ ആ പത്രോസിൻ്റെ കാലഘട്ടം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു ഫിലിപ്പോസിനെ കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ തോന്നി, ഒരു പൗലോസിനെ കർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ തോന്നി. അതായത് ഓരോ ഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ തലമുറകളുടെ ഇടയിലേക്ക്, ഓരോ വ്യക്തികളുടെ ഇടയിലേക്ക് സുവിശേഷത്തിൻ്റെ തീയും ചുമന്നുകൊണ്ട് പോകുവാൻ ദൈവത്തിന് ഹിതം തോന്നിയ, ദൈവത്തിന് വേണ്ടി നടന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പോസ് ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു കൂട്ടം പേർ സ്നാനമെടുത്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും എല്ലാം സംഭവിച്ചു. പക്ഷേ ഫിലിപ്പോസിനെ കൊണ്ട് കർത്താവ് നിർത്തിയില്ല. അടുത്തൊരു പൗലോസ് എഴുന്നേറ്റു. ഹല്ലേലൂയ. കാരണം ഫിലിപ്പോസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫിലിപ്പോസിനെ ചെയ്യാൻ പറ്റൂ. പൗലോസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പൗലോസിനെ ചെയ്യാൻ പറ്റൂ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിന്നെ കൊണ്ടേ ചെയ്യാൻ പറ്റൂ. വേറൊരു വ്യക്തിയെ കൊണ്ട് അത് നടക്കില്ല. നീ സുവിശേഷം പറയേണ്ട വ്യക്തി, നീ അത്ഭുതം ചെയ്യേണ്ട വ്യക്തി, നീ പോകേണ്ട ദേശങ്ങൾ, നീ പോകേണ്ട പട്ടണങ്ങൾ, നീ പോകേണ്ട ഗ്രാമങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുക, ഇറങ്ങുക, പുറപ്പെടുക. വയൽ ഒരുങ്ങിക്കഴിഞ്ഞു, കൊയ്ത്തൊരുങ്ങിക്കഴിഞ്ഞു. നീ യേശുവിൻ്റെതാണെന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നീ ഇറങ്ങിയാൽ നിന്റെ മുന്നേ തല കുനിക്കേണ്ടതെല്ലാം തല കുനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു തലമുറയെ കർത്താവ് അതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു ക്ഷാമം വന്നു. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു ക്ഷാമം വന്നു. ഈ ക്ഷാമം വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? താൻ അവിടുത്തെ രാജാവിൻ്റെ കീഴിൽ ചെന്ന് അഭയം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറയുടെ കാലഘട്ടത്തിലായപ്പോഴും ആ ശാപം വന്നു. ആരുടെ കാലഘട്ടത്തിൽ? ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലും അതുപോലത്തെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഒരു ക്ഷാമം വന്നു. താൻ അവിടുത്തെ രാജാവിൻ്റെ അടുക്കലേക്ക് പോകാൻ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ പോകണ്ട, നീ വിതയ്ക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചു. 100 മേനി കൊയ്തു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ മുൻ തലമുറകൾ വിതച്ചിട്ട് ലഭിക്കാത്തടത്ത്, ശത്രു മോഷ്ടിച്ചു കൊണ്ട് പോയെടുത്ത്, ശത്രുവിന് ഒന്നും നിനക്ക് തരാൻ പറ്റില്ല എന്ന് വെല്ലുവിളിച്ചെടുത്ത്, നീ ക്ഷാമകാലമെന്നോ മറ്റൊരു കാലമെന്നോ നോക്കാതെ വിതയ്ക്കുമ്പോൾ പുതിയ തലമുറ വിതയ്ക്കുന്നിടത്ത് 100 മേനി കൊയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അസാധാരണമായ തീ നിൻ്റെ മേൽ ചലിക്കും. ദൈവത്തിൻ്റെ അസാധാരണമായ തീ നിൻ്റെ മേൽ ചലിക്കും. അങ്ങനെ ക്ഷാമകാലത്ത് മറ്റാര് വിതച്ചിട്ടും ലഭിക്കാത്തത് ഇസഹാക്കിൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ എൻ്റെ പുതിയ തലമുറയെ നീ വിതച്ചാലും നിൻ്റെ ദേശത്ത് അനേക ശുശ്രൂഷക്കാർ കാണുമായിരിക്കാം, അനേക വ്യക്തികൾ കാണുമായിരിക്കാം. നിൻ്റെ അപ്പനോ ചാർച്ചക്കാരോ വിതച്ച് കാണും. പക്ഷെ അവർക്കൊന്നും ലഭിക്കാത്തത് 100 മേനി കൊയ്യുന്നൊരു തലമുറ, 100 മേനി കൊയ്യുന്നൊരു തലമുറ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എഴുന്നേൽക്കും. അവർ ദൈവശബ്ദം മാത്രം കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കാലാവസ്ഥയെ നോക്കിയാൽ, ലോകത്തെ നോക്കിയാൽ വേനൽക്കാലത്ത് വിതച്ച വല്ലതും കിട്ടുമോ? കിളച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നാട്ടുകാർ പറഞ്ഞതാണ് മണ്ടനെന്ന്. പക്ഷെ താൻ കേട്ടത് ദൈവശബ്ദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിക്ക് വിത്തിൽ വെള്ളം തെളിച്ചത് ഇവിടെ നിന്നോ,
വിത്ത് പൊടിച്ചു വന്നത് എവിടെ നിന്നോ കാച്ചത് എങ്ങനെയാണെന്നോ അറിയില്ലായിരിക്കാം. പക്ഷേ കൊയ്ത്ത് സമയത്ത് നിന്ദിച്ചവരും പരിഹസിച്ചവരും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആർപ്പോടെ താൻ കൊയ്ത് കെട്ടിക്കാണും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ശത്രു അടച്ചു എന്ന് പറഞ്ഞ വാതിലുകൾ, നിന്റെ പാരമ്പര്യം വഴി അടച്ചു എന്ന് പറഞ്ഞ വാതിലുകൾ, വീണ്ടും അതേ നാണയത്തിൽ നിന്നെ തിരിച്ചടിക്കുവാൻ നിൽക്കുന്ന ശത്രുവിൻ്റെ മുന്നേ നീ 100 മേനി കൊയ്യുവാൻ പോകുന്നു. നിന്റെ അപ്പനെ തകർത്തുവെങ്കിൽ, നിന്റെ കുടുംബക്കാരെ തകർത്തുവെങ്കിൽ, ശത്രുവേ ഇത് പുതിയ ജനറേഷനാണ്, ഇവരെ തടയുവാൻ നിനക്ക് കഴിയില്ല. ഇവർ ദൈവ ശബ്ദം കേട്ട് മൂവ് ചെയ്യുന്നവരത്രേ. ഇവരുടെ ജീവിതം കർത്താവിൻ്റെ കരത്തിലാണ്. നിന്റെ ജീവിതത്തെ കർത്താവിന് കരത്തിൽ കൊടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ സാഹചര്യം നോക്കാതെ ദൈവം പറയുന്നത് ചെയ്യണം. നിന്റെ സമയം നോക്കാതെ ദൈവം പറയുന്നത് ചെയ്യണം. എന്നാലേ റിസൾട്ട് കിട്ടും. ഹല്ലേലൂയ. നമ്മളെന്ത് പറയുന്ന അറിയാമോ? എനിക്ക് പനിയാണ്, ശരീരവേദനയാണ്, ഭയങ്കര ക്ഷീണമാണ്, ഇന്ന് എനിക്കതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് എനിക്കതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഒരു കാര്യവും പറയരുത് ദൈവത്തോട്. ഹല്ലേലൂയ. അങ്ങനെ ശരീരക്ഷീണവും പനിയും അസ്വസ്ഥതയും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ 3 ദിവസത്തെ മീറ്റിംഗ് നടത്തൂലായിരുന്നു. ഹല്ലേലൂയ. ഇന്നും ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇന്നലെ ചെന്ന് ഓരോ കടകൾ, ഇപ്പം ഇവിടെ ഉള്ളൊരു കടയിൽ മാവ് വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പം അവരുടെ മാവെന്ന് പറഞ്ഞു ഏറ് മാത്രം വെളിയിൽ വരണം, വേറെ വല്ല സൗണ്ട് വേണ്ട. അവർ ചോദിക്കുന്നത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഒരു പേന എടുത്ത് എഴുതി തരാൻ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും എൻ്റെ ഏറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഏറൊക്കെ മാറി കർത്താവ് ശബ്ദം തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ്റെ മുന്നേ ഒരു വഴിയും അടയില്ല. ഹല്ലേലൂയ. സാഹചര്യം നോക്കരുത്. എന്ത് നോക്കരുത്? സാഹചര്യം നോക്കരുത്. ഹല്ലേലൂയ. നിന്റെ അവസ്ഥയെ നോക്കരുത്, നിന്റെ വിദ്യാഭ്യാസം നോക്കരുത്, നിന്റെ വിവരം നോക്കരുത്, നിന്റെ സമ്പത്ത് നോക്കരുത്. ദൈവമാണ് നിന്നോട് സംസാരിച്ചെന്ന് മനസ്സിലായ ദൈവം പറയുന്ന വഴിയിൽ നീ നടക്കണം. ഹല്ലേലൂയ. 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 ഏലിയാവ് ചെന്ന് ദൈവം പറയുന്നതിന് പകരം ആഹാബിൻ്റെ മുന്നേ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും പെയ്യുകയില്ല. അങ്ങനെ പറഞ്ഞ ഏലിയാവിനും എന്ത് ചെയ്തു? ക്ഷാമം വന്നു. പക്ഷേ ആ ക്ഷാമകാലത്തും കാക്കയെ അയച്ച് പോറ്റുവാൻ ദൈവം കരുതിയെങ്കിൽ, പ്രിയജനമേ, നീ പറയുന്ന കാര്യം നടക്കുമ്പോൾ നിനക്കും അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടായാൽ പോലും നിന്നെ മാന്യമായി നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരമാണ് നിന്നോടൊപ്പം ചലിക്കുന്ന ലോകം കാണുവാൻ തക്കവണ്ണം ചില വലിയ ക്രിയകൾ ദൈവം ഈ നാളുകളിൽ ചെയ്യും. ഹല്ലേലൂയ. ആരും നിനക്ക് പ്ലാറ്റ്ഫോം തരണ്ട, ആരും നിന്നെ തല ഉയർത്തിവിടണ്ട. ദൈവം ഉയർത്തുന്നവനെ ആര് പ്ലാറ്റ്ഫോം കൊടുത്തില്ലെങ്കിലും, ആര് കൈപിടിച്ച് നടത്താനില്ലെങ്കിലും, ആര് പരിചയപ്പെടുത്താനില്ലെങ്കിലും ദൈവം അവൻ്റെ മുന്നേ വഴി തുറക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് തോന്നും ഇന്ന ആളുണ്ടെങ്കിൽ കൊള്ളായിരുന്നു, ഇന്ന വ്യക്തിയോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ നന്ന ശുശ്രൂഷ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കുറേ സ്റ്റേജുകൾ കിട്ടുമായിരുന്നു, ഇത്ര ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ നമ്മളെ തോന്നലാണ്. ദൈവത്തിന് അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവത്തിനോടൊപ്പം നിൽക്കുന്ന വ്യക്തികളെ ദൈവം മാനിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ ചെങ്കടൽ വിഭജിച്ച് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ ഘട്ടത്തിൽ തന്നെ തിരിച്ച് യോശുവ തൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത സമയത്ത് യോർദാൻ അവരുടെ മുന്നിൽ നിന്നപ്പോൾ യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ചവിട്ടിയ സമയത്തും യോശുവയുടെ കാൽ ചവിട്ടിയ സമയത്തും യോശുവരോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതന്മാരുടെ കാൽ ചവിട്ടിയപ്പോൾ എന്ത് ചെയ്തു? യോർദാൻ ചിറ പോലെ നിന്നു. ഹല്ലേലൂയ. പക്ഷേ അത് കഴിഞ്ഞ ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, തൻ്റെ ജീവിതത്തിനകത്തുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമാണ് എരിഹോ മതിൽ. മോശയുടെ കാലത്തുണ്ടായിട്ടില്ല. അതിന് മുന്നേ ഇങ്ങനൊരു മതിൽ അവരുടെ മുന്നേ വന്നിട്ടില്ല. യോശുവ തളർന്നതുപോലെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം അയച്ച വ്യക്തി യോശുവയെ ബലപ്പെടുത്തുകയും തന്നോട് പറഞ്ഞതുപോലെ 7 ദിവസം അതിന് ചുറ്റും നടക്കുകയും 7-ാം ദിവസം
ദൈവം ശബ്ദം കേട്ട് കാഹള ശബ്ദം ഊതുകയും ചെയ്തപ്പോൾ ഇതുവരെ കാണാത്തതുപോലെ അവരുടെ മുന്നേ മതിൽ ഇടിഞ്ഞു പോയതുപോലെ നിന്റെ തലമുറകളുടെ മുന്നേ വരാത്ത പ്രതികൂലങ്ങൾ നിന്റെ മുന്നേ വന്നാലും ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത് കാണുവാൻ കഴിയുന്ന ഒരു തലമുറയാണ് പുതിയ ജനറേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്കിന്ന് കാണിച്ചു തന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ യോശുവയൊക്കെ നടക്കുകയാണ്, മതിലിന് ചുറ്റും നടക്കുകയാണ്. നടന്നിട്ട് 7-ാം ദിവസം ആർപ്പിട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ശരീരം മൊത്തം പൊടി. ഹല്ലേലൂയ. യോശുവയൊക്കെ തൻ്റെ തുണിയൊക്കെ ഇങ്ങനെ തുടയ്ക്കണുണ്ട്. അവിടെ നിന്ന് മതിൽ പോയി താഴോട്ടങ്ങ് പോയി. ആ പോയ പോക്കിലുള്ള പൊടി അടിച്ചതാണ് ശരീരത്തിൽ. ഹല്ലേലൂയ. സമഭൂമിയായി മാറിയെന്നാണ്. എന്തായി? സമഭൂമിയായി മാറി. അവിടെ ഉണ്ടായിരുന്ന മതിൽ കാണാനില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രശ്നമാണോ, പ്രതികൂലമാണോ, പ്രയാസമാണോ, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് മതിലുകൾ നിൽപ്പുണ്ടോ? പ്രിയ ജനമേ, ഒന്നുകൂടെ കണ്ണൊക്കെ ഒന്ന് അടച്ച് പ്രാർത്ഥിച്ചിട്ടൊന്ന് നോക്കി നോക്കുക, അവിടെ വല്ല മതിലും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ജനറേഷനെ തടക്കുവാൻ ഒരു മതിലിനും കഴിയില്ല. കാരണം താൻ വില കൊടുത്തത് ഒരു അഭിഷിക്തനോടൊപ്പം നിന്നാണ്. തൻ്റെ യൗവനശക്തി കൊടുത്തത് പൂർണ്ണമായും മോശയ്ക്ക് വേണ്ടിയാണ്. താൻ കൂടെ നിന്നത് യഹോവയായ ദൈവത്തിന് വേണ്ടിയാണ്. താൻ കൂടെ നിന്നത് യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകനെന്നറിഞ്ഞിട്ടാണ്. താൻ കൂടെ നിന്നത് തന്നെ കൂടെ നടത്തിയ ദൈവത്തിനെ പോലെ കരുതിയ ഒരു മനുഷ്യനോടൊപ്പമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് താൻ ചെയ്തതിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൻ്റെ പിൻഗാമിയായി അടുത്തൊരു പുതിയ ജനറേഷനായി അവൻ എഴുന്നേറ്റപ്പോൾ അവനെ തകർക്കുവാൻ ഒരു മതിലിനും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവം പറയുന്ന കണ്ടീഷൻ അനുസരിച്ച്, ദൈവം പറയുന്ന രീതിയിൽ നിങ്ങളുടെ അഭിഷിക്തനെ മാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മുന്നേ ഒരു മതിലും നിൽക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ തലമുറയിൽ നിൽക്കുമ്പോൾ പഴയ തലമുറയ്ക്ക് ചിരിയിരിപ്പും കുരുകുരുപ്പൊക്കെ തോന്നും. വെറുതെ നിന്ന, അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായിരുന്ന ഒരു വീട്ടിലെ പയ്യനായിരുന്നു എലീശ. അപ്പൻ്റെ കാളകളെ വയലിൽ ഉഴുതുകൊണ്ടിരുന്ന സമയത്താണ് ഏലിയാവ് വന്നെന്ത് ചെയ്യുന്നത്? തൻ്റെ മേൽ കിടക്കുന്ന പുതപ്പെടുത്ത് എലീശയുടെ മേലിടുന്നത്. യഹോവ പറഞ്ഞിട്ടാണ്. തിരിച്ച് എലീശ അപ്പനെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ടുകളഞ്ഞു. തന്നെ ദൈവം വിളിച്ച വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഏലിയാവിൻ്റെ കൂടെ നിന്ന 90 പേരും എലീശയ്ക്കെതിരെ നിന്നു. ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ യജമാനെ എടുക്കുന്ന നീ ഇപ്പം പിടിച്ചോളും, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചുകൊണ്ട് നടന്നപ്പോഴും എലീശ ഒന്നും പറയാതെ മിണ്ടാതെ നടന്നത്. എലീശയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ മേൽ വീഴുന്നത് തൻ്റെ പിതാവിൻ്റെ പുതപ്പാണ്. ഏലിയാവ് തന്നെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. ദൈവം പറഞ്ഞിട്ടാണ് ആ പുതപ്പൻ്റെ മേലിട്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പടങ്ങ് വാങ്ങാതെ ഞാൻ മടങ്ങുകയില്ല എന്ന് തീരുമാനമെടുത്ത ഏതെങ്കിലും ജനറേഷൻ ഉണ്ടെങ്കിൽ നിൻ്റെ മുന്നേ യോർദാൻ നിൽക്കുകയില്ല. യോർദാന് നിന്നെ തടയുവാൻ കഴിയുകയില്ല. നിൻ്റെ മുന്നേ കരടിക്കിറങ്ങി വരുവാൻ കഴിയുകയില്ല. നിൻ്റെ മുന്നേ ആക്ഷേപിക്കുന്ന വ്യക്തികൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന വ്യക്തികൾ പോലും നിൻ്റെ അഭിഷേകത്തിൻ്റെ മുന്നേ കീഴടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ ജനറേഷൻ്റെ കൂടെ നിന്നവരും പഴയ ജനറേഷൻ്റെ കൂടെ നിൽക്കുന്നവരും നിന്നെ ആക്ഷേപിച്ചാൽ പോലും ഹല്ലേലൂയ പുതിയ ജനറേഷനെ തകർക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പുതിയ ജനറേഷൻ ആവാൻ നിനക്ക് താല്പര്യമുണ്ടോ? കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. നിന്നെ കർത്താവിന് ആവശ്യമാണ്. തൻ്റെ കരത്തിലെ പൊൻകരത്തിലെ ആയുധമാക്കി തീർക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിന്നെ കർത്താവിന് ആവശ്യമാണ്. എല്ലാവരും എഴുന്നേറ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.